കേരള രാഷ്ട്രീയത്തിലെ മാന്ത്രിക സംഖ്യയായി മാറിയ പേരാണ് പുതുപ്പള്ളി. കോട്ടയം ജില്ലയിലെ ഈ മണ്ഡലം വെറും ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് അരനൂറ്റാണ്ടുകാലം ഒരാളോട് മാത്രം പ്രണയം കാത്തു സൂക്ഷിച്ച ഒരു ജനതയുടെ വികാരമാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പുതുപ്പള്ളിക്ക് ലഭിക്കുന്ന സവിശേഷമായ സ്ഥാനം മറ്റാർക്കുമില്ല. 1970 മുതൽ 2023 വരെ നീണ്ട 53 വർഷം ഉമ്മൻചാണ്ടി എന്ന ഒരേയൊരു വ്യക്തിയെ മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമാണ് ഈ മണ്ഡലത്തിനുള്ളത്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഘടകമാക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുതുപ്പള്ളി. 1970 തന്റെ 27-ാം വയസ്സിലാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് തുടങ്ങിയ ആ വിജയയാത്ര 2023 അദ്ദേഹത്തിന്റെ അന്ത്യം വരെ തുടർച്ചയായി 12 തവണ ആവർത്തിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇത്രയും അധികം കാലം ജയിച്ച മറ്റൊരു നേതാവില്ല. പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് ഉമ്മൻചാണ്ടി വെറും ഒരു മുഖ്യമന്ത്രിയോ MLA ആയിരുന്നില്ല. അദ്ദേഹം അവരുടെ വീട്ടിലെ ഒരു അംഗമായിരുന്നു. ഏത് അർദ്ധരാത്രിയിലും സമീപിക്കാവുന്ന, ആരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആ ജനസമ്പർക്ക ശൈലിയാണ് പുതുപ്പള്ളിയെ UDFന്റെ ഉരുക്കുകോട്ടയാക്കി മാറ്റിയത്. വികസനത്തെക്കാൾ ഉപരിയായി ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടെന്ന ഉറപ്പാണ് പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി നൽകിയത്. പുതുപ്പള്ളിയിലെ ഓരോ തിരഞ്ഞെടുപ്പും ഓരോ കഥകളാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കുറിക്കപ്പെട്ടത് 2011-ലാണ്. LDF സ്ഥാനാർത്ഥി സുജാ സൂസൻ ജോർജിനെ 33,255 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. UDF അധികാരത്തിൽ വരുമെന്നും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള പ്രതീക്ഷ വോട്ടർമാരെ സ്വാധീനിച്ച വർഷമായിരുന്നു അത്. 2016-ലും 2021-ലും യുവനേതാവായ ജേക്ക് സി തോമസിനെയാണ് LDF രംഗത്തിറക്കിയത്. 2016-ൽ 27,092 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷം ഉമ്മൻചാണ്ടി നിലനിർത്തി. കേരളത്തിലുടനീളം LDF തരംഗം ആഞ്ഞടിച്ച 2021-ൽ പുതുപ്പള്ളിയിലും അതിന്റെ പ്രതിഫലനമുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 944 കുറഞ്ഞു. എങ്കിലും തന്നെ തട്ടകത്തിൽ പരാജയപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. 2023 ജൂലൈ 18-ന് ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ പുതുപ്പള്ളി അനാഥമായി എന്ന് പലരും കരുതി. എന്നാൽ ആ വിയോഗം സൃഷ്ടിച്ച വൈകാരികമായ തരംഗമാണ് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. മകൻ ചാണ്ടിയുമ്മൻ സ്ഥാനാർത്ഥിയായപ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറം ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള ആദര സൂചകമായി മാറി. 37,719 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയുമ്മൻ അന്ന് വിജയിച്ചത്. തന്റെ പിതാവ് 53 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയ എല്ലാ റെക്കോർഡുകളും മകൻ ഒറ്റയടിക്ക് തിരുത്തി കുറിച്ചു. ഉമ്മൻചാണ്ടി എന്ന വികാരം പുതുപ്പള്ളിയിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ വിജയം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ചാണ്ടിയുമ്മൻ തന്റെ പിതാവിന്റെ പാത പിന്തുടരുമ്പോഴും ചില പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം സ്വീകരിച്ച ശൈലി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ വാഹന വ്യൂഹങ്ങൾക്ക് പകരം സൈക്കിളിലാണ് അദ്ദേഹം വോട്ടർമാരെ കാണാൻ എത്തുന്നത്. ഇത് സാധാരണക്കാരുമായി അദ്ദേഹം അടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഫ്ലെക്സുകളും ബാനറുകളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയുള്ള പ്രചാരണമാണ് അദ്ദേഹം നടത്തുന്നത്. ചുവരെഴുത്തുകൾക്ക് മാത്രമാണ് പ്രാധാന്യം. ആഡംബര പ്രചാരണങ്ങൾ ഒഴിവാക്കി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് മണ്ഡലത്തിലെ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. രാഷ്ട്രീയത്തെ സേവനമായി കാണുന്ന ഉമ്മൻചാണ്ടി ശൈലിയുടെ തുടർച്ചയാണിത്. KM രാധാകൃഷ്ണനെയാണ് LDF ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന വൈകാരിക ഘടകം കാലക്രമേണ കുറയുമെന്നും വികസന മുരടിപ്പ് ചർച്ചയാകുമെന്നുമാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. എന്നാൽ പുതുപ്പള്ളിയുടെ ഗ്രാമീണ മനസ്സ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ തന്നെയാണെന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. BJP സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളി എന്ന് ബാലികേറ മലയാണ്. 2016-ൽ NDAക്ക് ലഭിച്ച 15,993 വോട്ടുകൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 6,558 കുറഞ്ഞു. മണ്ഡലത്തിലെ വോട്ടുകൾ UDFിലേക്കും LDFിലേക്കും കേന്ദ്രീകരിക്കുന്നതാണ് BJPക്ക് തിരിച്ചടിയാവുന്നത്. പുതുപ്പള്ളിയിലെ വോട്ടർമാർ രാഷ്ട്രീയത്തെക്കാൾ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. അയർക്കുന്നം, അകലംകുന്നം, കൂരോപ്പട, മണർകാട്, പാമ്പാടി, പുതുപ്പള്ളി, മീനടം, വാകത്താനം എന്നീ 8 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കൃഷിക്കാരും സാധാരണക്കാരുമാണ് ഭൂരിഭാഗം. ഉമ്മൻചാണ്ടി ഓരോ ഞായറാഴ്ചയും തന്റെ വീട്ടിലെത്തിയ ജനങ്ങളെ കാണുമായിരുന്നു. ആ ശീലം ചാണ്ടിയുമ്മനും തുടരുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ ആശ്വാസമാണ്. പുതുപ്പള്ളി എന്നത് വെറും ഒരു രാഷ്ട്രീയ മണ്ഡലമല്ല, അതൊരു വികാരമാണ്. ഉമ്മൻചാണ്ടി എന്ന പേരിൽ കെട്ടിപ്പൊക്കിയ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ എതിരാളികൾക്ക് ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ചാണ്ടിയുമ്മൻ തന്റെ പിതാവ് നൽകിയ പൈതൃകം കാത്തു സൂക്ഷിക്കുമ്പോൾ പുതുപ്പള്ളി വീണ്ടും തെളിയുന്നത് വികസനത്തിനൊപ്പം തന്നെ സ്നേഹവും കരുതലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഈ തിരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നു. ഉമ്മൻചാണ്ടി വികാരം അലയടിക്കുന്ന മണ്ണിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ അതോ ചരിത്രം ആവർത്തിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.